ദൈവവചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിൽ നിന്നാണ് ചിന്തിക്കുന്നത്. 4 കാര്യങ്ങൾ ഈ ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ക്രിസ്ത്യാനികൾ, മുട്ടുമടക്കുന്ന ക്രിസ്ത്യാനികൾ, ജീവിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ക്രിസ്ത്യാനികൾ, പോരാടുന്ന ക്രിസ്ത്യാനികൾ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ 4 കാര്യങ്ങൾ. ഒരു ക്യാമ്പ് നടന്നതുകൊണ്ട് അത് ഭയങ്കര അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. പക്ഷേ അതുകൊണ്ട് നിൽക്കാതെ ഇതൊരു റിവൈവലിൻ്റെ തുടക്കമാണ്. ഇതുകൊണ്ട് നിൽക്കുകയല്ല, നമ്മൾ തുടരുകയാണ്. ഞാൻ ആ വന്ന ദൈവദാസനോടും ഞങ്ങൾ പറഞ്ഞു നമുക്ക് ചിന്തിക്കണം, വാട്ട് ഈസ് നെക്സ്റ്റ്. നമുക്ക് ഈ കാര്യം ഒരുപക്ഷെ ഒരു ക്യാമ്പായിട്ടായിരിക്കത്തില്ല, ഒരു റിട്രീറ്റായിട്ടോ എന്താണെന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യണം. കാര്യം ഇത് നമ്മുടെ ഫൗണ്ടേഷനകത്ത് കയറണം, റിയലായിട്ടും കയറണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിശാച് പലരെയും തെറ്റിച്ച് കളയും, പലരെയും തെറ്റിച്ച് കളയും. മിനിസ്ട്രി എന്ന് പറയുന്നത് തന്നെ ഒരു തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറിയതുകൊണ്ടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ അടിയും ബഹളവും എല്ലാം നടക്കുന്നത്. പ്രൈസ് ഗോഡ്. ആ കോളിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ് റിയൽ മിനിസ്ട്രി എന്ന് പറഞ്ഞതുപോലെ. വെൻ ദർ ഇസ് എ നീഡ്, ഒരു കോളിന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ കോളിന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ, അത് സൈനപ്പ് ചെയ്യുമ്പോൾ, ഇറ്റ് വോണ്ട് ബി ഈസി. പക്ഷേ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ആദ്യമായിട്ട് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചു. പ്രൈസലോ. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നാം ആകണം എന്നുള്ളതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ആകണം. നമ്മൾ എങ്ങനെങ്കിലും പലപ്പോഴും നമ്മുടെ ചിന്ത, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി എന്ത് ചെയ്യണം? ആലയത്തിൻ്റെ വാതിൽ കാവൽക്കാരനായിരിക്കണം. ഇതാണ് ടാർഗറ്റ്. ഞങ്ങളുടെ ചർച്ചിൽ പണ്ട് ഈ അമ്പൂലല്ല, കോബാറിലൊരു ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം KPCCയുടെ ഒക്കെ വലിയ ആളാണ്. ഇപ്പം മിക്കവാറും KPCCയുടെ മീറ്റിങ്ങൊക്കെ നടക്കുന്ന സമയത്ത് ചർച്ചിൽ കാണത്തില്ല, അല്ലാത്ത സമയത്തൊക്കെ ചർച്ചിൽ വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ഡിസംബർ 31 എല്ലാവരും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ അച്ഛൻ അറിയാം ഞാനിതൊക്കെ പറഞ്ഞാൽ അടുത്ത KPCC മീറ്റിങ്ങിന് പോകുമ്പോൾ ഇവിടെ ആൾക്കാർ ചോദ്യം ചെയ്യുമെന്ന്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. അപ്പോൾ അച്ഛൻ എണ്ണീറ്റ് പറഞ്ഞു, ഞാൻ പണ്ട് പാസ്റ്റർ പ്രസംഗിച്ചതുപോലെ വാതിൽ കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. എങ്ങനെങ്കിലും എനിക്ക് അകത്ത് ആ കാവൽക്കാരനായിട്ടെങ്കിലും ഇരുന്നാൽ മതി. അതാകുമ്പോൾ ആരും എൻ്റെ തലയിലും കയറാൻ വരത്തില്ല, എനിക്കെല്ലാം നടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ടാർഗറ്റ്, നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി, അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിന് തക്കവണ്ണം അവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഓൾസം പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒരു ഗ്ലോറിക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. Praise God. The purpose was that the Jews were first to trust Christ would bring the praise and glory to God. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് ഗ്ലോറിയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇതിനാണ് ആദ്യത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-7 വരെയുള്ള വാക്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എഫേസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും ഇത് വായിക്കുമ്പോൾ നമുക്ക് എല്ലാം അങ്ങ് മനസ്സിലാകത്തില്ല. കാര്യം പലപ്പോഴും ഒരുപാട് ആഴമുള്ള ചിന്തകൾ എഫേസ്യ ലേഖനത്തിലുണ്ട്. അത് കൺവേർട്ടൊക്കെ ട്രാൻസ്ലേറ്റൊക്കെ ചെയ്ത സമയത്ത് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി എഴുതിയപ്പോൾ. എന്നാലും അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ സ്വർഗത്തിൽ ഹെവൻലി റിലം നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെ ഇരുത്തുക എന്നുള്ളതല്ല, അവൻ ഓൾറെഡി നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മളെ ആ ഒരു പൊസിഷനിൽ ഇരുത്തിയിരിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ആരെയും തറയിലൊന്നും അല്ല ഇരുത്തിയിരിക്കുന്നത്, എല്ലാവരെയും ആ ലെവലിൽ ദൈവം ഇരുത്തിയിരിക്കുകയാണ്. പണ്ട് ബാബു ചെറിയൻ പാസ്റ്റർ ഒരു ഉദാഹരണം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിശ്വാസികൾ ചോദിച്ചു, എന്നാൽ പിന്നെ എന്താ പാസ്റ്ററെ നമ്മളെ ഇപ്പോഴും കൊതുവൊക്കെ കടിക്കുന്നതെന്ന്? സ്വർഗത്തിലായിരിക്കുന്നതെങ്കിൽ എറണാകുളത്തൊക്കെ പറയണോ എന്താ കൊതുവൊക്കെ കടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇതൊരു മൈൻഡ് സ്റ്റേറ്റിലാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുക. അപ്പോൾ നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുമ്പോൾ പക്ഷെ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നതെങ്കിൽ ഇത് രണ്ടും കൂടെ മാച്ചായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞാൽ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഗവൺമെൻറ് ഹോംലെസ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചു. ഹോംലെസ് ആയിട്ടുള്ള എല്ലാവർക്കും വീട് വെച്ചു. അവർക്ക് ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ അതിനുള്ള എല്ലാ പ്രൊവിഷൻസും ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. പക്ഷേ ഇവിടുത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലും അവർക്കൊരിക്കലും ഗവൺമെൻറ് വെച്ച് കൊടുക്കുന്ന വീട്ടിൽ താമസിക്കേണ്ട. കാര്യം അവർക്ക് എവിടെ താമസിക്കേണ്ടത്? അവർക്ക് സ്ട്രീറ്റില്ല. കാര്യം അവർക്ക് സ്റ്റിൽ ആ ഡ്രഗ്സ് വേണം, അല്ലെങ്കിൽ സ്റ്റിൽ അവിടുത്തെ രീതികൾ അവർക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടുത്തെ ഒരു ന്യൂസ്, ഇവിടുത്തെ കഴിഞ്ഞ പ്രീമിയറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ്, ഒരുപാട് വിവാദമായൊരു വിഷയമാണ്. ഇവരെ എത്രത്തോളം നമ്മൾ ഇവർക്ക് പൈസ ചിലവാക്കിയാലും, ഇവർക്ക് എത്രത്തോളം നമ്മൾ വീട് വെച്ച് കൊടുത്താലും, അവരാരും അവരുടെ ഹൃദയം കൊണ്ട് അവർക്ക് അവിടെ താമസിക്കേണ്ട. അവർക്ക് സ്റ്റിൽ സ്ട്രീറ്റിൽ തന്നെ താമസിച്ചാൽ മതി. അപ്പം പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഹല്ലേലൂയ. അപ്പം നമ്മളെ ആ സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണെങ്കിൽ, ഇന്നലെയൊക്കെ കേട്ടതുപോലെ നമ്മുടെ ചിന്താഗതികൾ മാറും. ഹല്ലേലൂയ. ഈ ഭാഗം ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം പറഞ്ഞു, നമ്മളങ്ങ് റിച്ച് ആണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്ത് വരും. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. എത്ര സാലറി ഉണ്ടെങ്കിലും എപ്പോഴും അവരുടെ മനസ്സുകൊണ്ട് അവർ ദരിദ്രരാണ്. അവരൊന്നുമില്ലേ എന്ന് പരാതിയാണ്. പക്ഷെ ഒന്നുമില്ലെങ്കിലും ഹൃദയത്തിൽ റിച്ചായിട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലേ? അവരോടൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവരോട് പൈസ കടം ചോദിക്കും. കടം ചോദിക്കാനായിട്ട് നമുക്ക് തോന്നും. കാര്യം കാര്യം അവർ ദാരിദ്ര്യം പറയത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അങ്ങനെ റിച്ച്നെസ്സിൽ താമസിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് അതിലോട്ടൊന്ന് മാറണം. അപ്പോൾ ദൈവം നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുക. ഇത് കഴിഞ്ഞ ക്യാമ്പുമായിട്ട് ഞാനൊന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ള ഒരു ബോധ്യം, കിങ്ഡം ഐഡൻറ്റിറ്റി. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ തിരിച്ചറിയുക, വിശ്വാസത്താൽ നമ്മൾ അങ്ങനെ ജീവിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഏറ്റവും പണക്കാരനായ ഒരു മനുഷ്യൻ, അദ്ദേഹം നാട്ടിൽ പോയി റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ വന്നില്ലെന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കുമോ? അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ചെറിയ കാര്യങ്ങളിൽ കിടന്ന് ഈ കടംപിടുത്തം പിടിക്കുന്നതിൻ്റെ കാര്യം, നമ്മൾ ഇന്നും നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങോട്ട് ഉയർന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൊമോഷൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കാൻ കൊള്ളാമോ? കാര്യം ഞാൻ റിച്ച് ഓൾറെഡി. ഹല്ലേലൂയ. എന്നെ ദൈവം അവിടെ ഇരുത്തിയിരിക്കുക, ഇതിനങ്ങേപ്പുറത്തൊരു സ്ഥലമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായോ? ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഭാഗം അങ്ങോട്ട് ചിന്തിച്ചപ്പോൾ എനിക്കും എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിലും എനിക്ക് തോന്നി, പലപ്പോഴും നമുക്ക് എന്തൊക്കെയോ നമ്മളെങ്ങ് എത്തിയിട്ടില്ല,
മറ്റുള്ളവരെത്തി എന്നൊക്കെയുള്ള ചിന്ത വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര പ്രശ്നം. നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങും, നമ്മൾ തന്നെ അങ്ങ് ഡൗൺ ആകും, നമ്മുടെ മുഖമൊക്കെ അങ്ങ് വാടും. പ്രൈസ് ദി ലോർഡ്. കാര്യം നമുക്കിപ്പോഴും തോന്നിയില്ല നമ്മളങ്ങ് ഹയസ്റ്റിലാണ് ഇരിക്കുന്നതെന്നുള്ള ഒരു ബോധ്യമില്ല. ഞാനൊരു ഉദാഹരണത്തോടെ പറയാം. എനിക്കൊരു ജോലി കിട്ടിയെന്ന് വെച്ചോ. ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തെ ഞാൻ സാലറിയൊക്കെ നെഗോഷിയേറ്റ് ചെയ്തു. അപ്പം കമ്പനി ഞാൻ ആ ചോദിച്ച സാലറി തന്നെ അങ്ങ് തന്നു. എൻ്റെ കാര്യമല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചോ. ആ ചോദിച്ച സാലറി തന്നെ അങ്ങ് തന്നു. അപ്പം ഞാൻ ആദ്യത്തെ ദിവസം കമ്പനി പോകുന്നത് എങ്ങനെയാണ്, ഞാൻ ചോദിച്ച സാലറി കിട്ടി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നോർമലി എല്ലാവരെക്കാളും കൊടുക്കുന്നതിനേക്കാൾ വലിയ സാലറി എനിക്ക് കിട്ടി. അപ്പോൾ ഭയങ്കര ഗമയിലൊക്കെ അങ്ങോട്ട് പോകുന്നു, തലയൊക്കെ ഉയർത്തി അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നിന്നപ്പോൾ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രിൻ്ററിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഇതാണ്ട് ആരോ അറിയാതെ പ്രിൻ്റ് ചെയ്തു എല്ലാവരുടെയും സാലറി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കാളും കൂടെ ഇരിക്കുന്നവർക്കൊക്കെ സാലറി കൂടുതലുണ്ട്. എൻ്റെ മുഖം വാടി. പിന്നെ ബോസൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവും. പുള്ളി ഇന്ന് തരണമെന്ന് പറഞ്ഞാൽ ഇല്ല 2 ദിവസം കഴിഞ്ഞേ തരത്തുള്ളൂ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ആറ്റിറ്റ്യൂഡ് മാറി. ആറ്റിറ്റ്യൂഡ് മാറിയതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ഇരിക്കുന്നെന്നുള്ള ബോധ്യം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു. കിങ്ഡം ഐഡൻറ്റിറ്റി. ഹല്ലേലൂയ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, കർത്താവ് നമ്മളെ അവിടെ ഇരുത്തുന്നുള്ളൊരു ബോധ്യം നമ്മുടെ അകത്തുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കും. നമ്മൾ പരാതി പറയാൻ പോകത്തില്ല. എന്തോ പരാതി പറയാനാണ്? എടാ, നിന്നേക്കാൾ ഉയരത്തിൽ എന്നെ ദൈവം ഇരുത്തിയിരിക്കുന്നുള്ള മൈൻഡ് സെറ്റ് ഉള്ളവൻ ആരോട് പരാതി പറയാനാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് കിട്ടാത്തതിനെക്കുറിച്ച് ഞാൻ എന്തിനാ ഭാരപ്പെടുന്നത്? നാളെ തരും. തമ്പുരാൻ എനിക്ക് തരണമെങ്കിൽ തരും, അല്ലേ? തമ്പുരാൻ എനിക്ക് ജോലി തരണമെങ്കിൽ തരും, പ്രൊമോഷൻ തരണമെങ്കിൽ തരും. എടാ, ഞാൻ അവിടെ ഇരിക്കുമല്ലേ എന്തായാലും. ഈ മൈൻഡ് സെറ്റ് അങ്ങോട്ട് മാറുമ്പോൾ ആൾക്കാർ വിചാരിക്കും, എടാ ഇവൻ എന്തോ ഇത്ര സന്തോഷം. ബോസ് വിചാരിക്കടാ എനിക്കില്ലാത്ത കോൺഫിഡൻസും സന്തോഷമൊക്കെ ഇവനെങ്ങനെ. അത് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും നീ അവിടെ ഇരിക്കുന്നതെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ. നമ്മളെ ദൈവം അവിടെ ഇരുത്തിയിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ കിടന്ന് സ്ട്രീറ്റിൽ പോയിരുന്ന് നിരങ്ങാൻ പോരുത്. യു ഓൾവേസ് അണ്ടർസ്റ്റാൻഡ്, ദൈവം നമ്മളെ ഒരു ഹയർ പൊസിഷനിൽ ഇരുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ അങ്ങ് താഴ്ത്തിയാൽ, ആരോ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നത് കേട്ടോ, നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ആരാണ് അതാണ് നമ്മൾ. നമ്മുടെ മൈൻഡിൽ നാം ആരാണോ അതാണ് നമ്മൾ. ഒരു മനുഷ്യൻ വിചാരിക്കുക ഞാൻ രോഗിയാണ്. അവന് രോഗമൊന്നും ഇല്ലെങ്കിലും അവൻ രോഗിയാണ്. കാര്യം അവൻ്റെ മൈൻഡിൽ അതാ. ഹല്ലേലൂയ. നിൻ്റെ മൈൻഡ് സെറ്റ് ഒന്ന് ഉയരട്ടെ. ദൈവം നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നുള്ളൊരു ബോധ്യം നിൻ്റെ അകത്തുണ്ടാകട്ടെ. കാര്യങ്ങൾ മാറുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. പലപ്പോഴും പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ ഡിസ്കറേജ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഡിസ്കറേജ് ചെയ്യാനുള്ള എല്ലാ പരിപാടിയും അവൻ ചെയ്യും. അവന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഡിസ്ട്രാക്ഷൻ ആൻഡ് ഡിസ്കറേജ്മെൻറ്റ്. പണ്ട് പറഞ്ഞതുപോലെ പഴയ ഒരു വെപ്പണാണ്, പക്ഷേ ഇപ്പോഴും ഫലിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് ഡിസ്ട്രാക്റ്റ് ചെയ്ത് വരും. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഭയങ്കര റിവൈവലിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് നാളെ നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെ പുറകെ പോകുന്നു. അതിൻ്റെ പുറകെ പോയി അതെല്ലാം കൂടെ തീർത്ത് കഴിയുമ്പോഴത്തേക്ക് റിവൈവലിൻ്റെ ആ അപ്പോയിൻറ്റഡ് ടൈം കഴിയും. ഹല്ലേലൂയ. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആകരുത്, ഡിസപ്പോയിൻറ്റഡ് ആയി മാറരുത്. കാര്യം ഒരു കാര്യം ചിന്തിക്കണം, നമ്മളെ ദൈവം അവിടെ ഇരുത്തിയിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്ന ക്രിസ്ത്യാനികളായി മാറണം. ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമുക്ക് സന്തോഷത്തിൻ്റെ പരിപൂർണതയുള്ളത്. ലോകം പലപ്പോഴും പറയും നിനക്ക് അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തിരുവചനം പറയുകയാണ് നിന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ഇരുത്തിയിരിക്കുകയാണെന്ന്. ലോകം പറയുന്നത് നീ വിശ്വസിക്കുമോ? വചനം പറയുന്നത് നീ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. നീ വചനം പറയുന്ന വിശ്വസിച്ചാൽ നിൻ്റെ സന്തോഷത്തെ എടുത്തു കളയാൻ ആർക്കും കഴിയത്തില്ല.
നിൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാം പ്രൊമോഷൻ കിട്ടിയിരിക്കും. നിനക്ക് കിട്ടിയില്ലെങ്കിലും നിനക്ക് പറയണം, എന്നെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. എനിക്കുള്ളതൊന്നും തടയപ്പെടത്തില്ല, എനിക്കുള്ളതൊന്നും ഹല്ലേലൂയ ബ്ലോക്ക് ചെയ്യപ്പെടത്തില്ല. കാര്യം എന്നെ ആ സ്ഥലത്ത് ദൈവം ഇരുത്തിയിരിക്കുക. പ്രൈസ് ഗോഡ്. രണ്ടാമത് ഒരു കാര്യം അവിടെ പറയുന്നത്, മുട്ടുമടക്കുന്ന ക്രിസ്ത്യാനികൾ. നമ്മളെ അവിടെ ഇരുത്തുവാൻ വേണ്ടിയിട്ട് ദൈവം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയായി. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളോടൊന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയതെന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് നമ്മൾ അവിടെ എത്തിയത്? സ്നാനത്തിൽ അവനോടുകൂടെ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. സ്നാനത്തിൽ അവനോടുകൂടെ മരിച്ചത് കൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, ഹി ചോസ് us ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ അവൻ നമ്മളെ തിരഞ്ഞെടുത്തു. അതിൻ്റെ 7-ാം വാക്യത്തിൽ, ഹി പർച്ചേസ്ഡ് us, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. 13-ാം വാക്യത്തിൽ, ഹി സേവ്സ് യു. അതിൻ്റെ 13-ാം വാക്യത്തിൽ, ഹി ഐഡൻറ്റിഫൈ യു ഹിസ് ഓൺ, ആൻഡ് പരിശുദ്ധാത്മാവെന്നുള്ള അച്ചാരം നിനക്ക് നൽകുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നതിന് ശേഷമാണ് ദൈവം നമ്മളെ ഉയരത്തിലിരുത്തിയിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ടും ഇതിനേക്കാൾ നമ്മൾ ഒരുപാട് വില കുറഞ്ഞ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും കൺസേൺ ആകാറുണ്ട്. ഇതുപോലെ വില കുറഞ്ഞ പല വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ ആകുലപ്പെടാറുണ്ട്, നമ്മുടെ സന്തോഷം നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ എപ്പോഴും ആ കർത്താവിൻ്റെ വലത്തുഭാഗത്ത് സന്തോഷമുണ്ട്. എങ്ങനെയാണ് നമ്മൾ അവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാകുന്നത്? നമ്മൾ ഒരുപാട് കണ്ടൻറ്റഡ് ആയിരിക്കും. ഇന്നലെ നാം രാത്രി കേട്ടതുപോലെ ഈ കണ്ടൻമെൻ്റ് ഒരു വലിയ ഫാക്ടറാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് നേരം ബെഞ്ചമിൻ അങ്കിളിനോടും അവരോടൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞ സമയത്ത് ഒരു ആൻറ്റിയെക്കുറിച്ച് പറയുവാനായിട്ടിടയായി. അവരുടെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ അവരെ കാണുന്നവരൊക്കെ ചാർജായിട്ടാണ് പോകുന്നത്. ബിക്കോസ് ഷീ വാസ് സോ കണ്ടൻറ്റ്. പ്രഷറും ഷുഗറും ഒക്കെ അങ്ങ് ടോപ്പിലാണ്. കഴിഞ്ഞ ദിവസം അവർ മരിച്ചുപോയി, ആൻറ്റി മരിച്ചുപോയി. പക്ഷേ അത് അവർക്ക് ഒരുപാട് മറ്റുള്ളവർക്ക് ഷോക്ക് ഉണ്ടാക്കി. കാര്യം എന്താ? ആ സിറ്റുവേഷനിലും ഇവരെ കാണാൻ വരുന്നവർ ഇവരിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടിടയായി. കാര്യം അവർക്കറിയാം ഞങ്ങൾ ആ സ്വർഗ്ഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ സന്തോഷം ഒന്നും അപഹരിച്ച് കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. രണ്ടാമത് ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. പ്രൈസ് ദി ലോർഡ്. മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികൾ. നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല, സെറ്റിയിലിരുന്നോ അല്ലാതെ പ്രാർത്ഥിക്കണോ എന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ഒരു പാസ്റ്റർ ബാബു ചെറിയാൻ്റെ ഒരു ഉദാഹരണം എടുത്താൽ, അദ്ദേഹം ഇങ്ങനെ പറയുവാനായിട്ടിടയായി. ഞങ്ങൾ പുള്ളി ഒരു ഗൾഫ് വിസിറ്റ് നടത്തിയ സമയത്ത് ഒരു വീട്ടിൽ വൈകുന്നേരം താമസിക്കുന്ന സമയത്ത് ഒരു പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ഇന്ന് പാസ്റ്ററൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും വിറയിൽ ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കാൻ തുടങ്ങി. മുട്ടുകുത്തിയിരുന്നപ്പോൾ അവിടുത്തെ കൊച്ച് ഓടി വന്നിട്ട് കൊച്ചു വിചാരിച്ച് ആന കളിക്കാനാണെന്ന് അപ്പൻ്റെ തോളെ കയറിയിരുന്നു. കാര്യം അതിനു മുമ്പിട്ട് എങ്ങും മുട്ടുകുത്തിയിരുന്നിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. മുട്ടുവേദനയൊക്കെ ഉള്ളവർക്ക് പറ്റത്തില്ലായിരിക്കാം.
എങ്കിലും ഞാനത് ഓർത്തപ്പോഴങ്ങ് പറഞ്ഞതാ. മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികൾ, ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്ന ക്രിസ്ത്യാനികൾ. കഴിഞ്ഞ ദിവസം സ്നേഹിന് എന്നോടിങ്ങനെ ഒരു കാര്യം പറയാനായിട്ടിടയായി. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവേ, ഇന്ന് ദൈവത്തിൻ്റെ കോളിനായിട്ട് ദൈവം എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു അപ്പോയിൻറ്റഡ് ടൈമിനായിട്ട് ഞാൻ വില്ലിങ് ആണ് എന്നുള്ള ഒരു കാര്യം ദൈവത്തോട് കൊടുത്താൽ, അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ സൈനപ്പ് ചെയ്തിട്ട്, ദൈവിക അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് സൈനപ്പ് ചെയ്തിട്ട് പോയാൽ ആ ദിവസം ദൈവം നമ്മളെ ഉപയോഗിക്കുവാനായിട്ടിടയാകും. ചിലരെയൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. സുവിശേഷം കേൾക്കേണ്ടവരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് ഇടയാകും. മുട്ടുകുത്തുമ്പോൾ എന്തൊക്കെയാണ് നടക്കേണ്ടത്? മുട്ടുകുത്തുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. നമ്മൾ സാധാരണ നന്ദി, സ്തോത്രം 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 എന്ന് പറയാതെ നമ്മുടെ അകത്ത് നന്ദിയാൽ നിറയണം. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യം, നാം ദൈവസന്നിധി വരുമ്പോൾ അകത്ത് നന്ദിയൊന്നും കാണത്തില്ല, പരാതികൾ മാത്രമേ കാണത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സത്യമല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം, എത്ര പേർക്ക് നന്ദിയുണ്ട് ദൈവസന്നിധി വരുമ്പോൾ? കർത്താവേ, നീ ചെയ്ത എല്ലാത്തിനും നന്ദി. ഹല്ലേലൂയ. എന്നെ നടത്തിയ വഴികൾക്കായിട്ട് നന്ദി. ഇതൊക്കെ നമ്മൾ നന്ദി നന്ദി എന്നൊക്കെയുള്ള പാട്ടൊക്കെ നമ്മൾ മനോഹരമായിട്ട് നമ്മൾ പാടുമായിരിക്കും, പക്ഷേ നമ്മുടെ ഹൃദയത്തിനകത്ത് നന്ദിയാൽ നിറയുന്നു. പലപ്പോഴും നമ്മുടെ ഹൃദയം വേദനയാൽ നിറയാറുണ്ട്, കൺസേൺസിനാൽ നിറയാറുണ്ട്, അല്ലെങ്കിൽ ബിറ്റർനെസ് കൊണ്ട് നിറയാറുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോൾ നിൻ്റെ ഹൃദയം നന്ദിയാൽ നിറയട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ ബിറ്റർനെസ് ഒക്കെ ഒന്ന് എടുത്തു കളഞ്ഞിട്ട്, കർത്താവേ, എന്നെ ആ നന്ദിയാൽ, ആ സ്നേഹത്താൽ ഒന്ന് നിറയ്ക്കണമേ. അതിനകത്ത് അതിൻ്റെ 17-ാമത്തെ വാക്യം ഒന്നോടെ വായിച്ചു. 3:17. നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. പ്രൈസ് ദി ലോർഡ്. 1-2 പദങ്ങൾ അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട. ഒന്ന്, സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിക്കണം. ആസ് എ ചർച്ച്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ചർച്ചുമായിട്ട് കണക്ട് ചെയ്തേക്കുക. നമ്മളെല്ലാം, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അകത്ത് ആ ഒരു ബോധ്യം വേണം, നമ്മൾ ചർച്ചുമായിട്ട് കണക്ട്. സകല വിശുദ്ധന്മാരോടും ചേർന്ന്, ഹല്ലേലൂയ, ലോകത്തിലുള്ള എല്ലാവരോടും ചേർന്നെന്നല്ല, സകല വിശുദ്ധന്മാരോടും ചേർന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാൻ, അതിൻ്റെ ആഴവും നീളവും വീതിയും ഒക്കെ ഒന്ന് അറിയുവാൻ. എന്നിട്ട് പറയാ, അത് ദൈവിക, അത് പരിജ്ഞാനത്തെ കവിയുന്നതാണ്. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്നത്? എനിക്ക് മലയാളത്തിൽ പരിജ്ഞാനത്തിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പരിചയത്താലുള്ള ജ്ഞാനമെന്ന്. അത് കറക്റ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ആണോ? പരിചയത്താലുള്ള ജ്ഞാനം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് കൊണ്ടുണ്ടായ ജ്ഞാനത്തേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. ഒരു കാര്യം പറഞ്ഞാൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഒരു സന്തോഷമുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഒരു സ്നേഹമുണ്ട്. എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്നൊക്കെ ഹൃദയം വേദനിച്ച് ദൈവസന്നിധിയിൽ പോയിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്താൽ നമ്മളെ ഒന്ന് നിറച്ചാൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമ്മളിലേക്കൊന്ന് വരുമ്പോൾ ഈ ബിറ്റർനെസ്സൊക്കെ ഒന്ന് മാറി ആ സന്തോഷത്താൽ നിറയുവാനായിട്ട് കഴിയും. ഇതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയാണ്, ഇതിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് അല്ല, ഇതിന് ആഴമുണ്ട്, വീതിയുണ്ട്, നീളമുണ്ട്, ഉയരമുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് മെഷർ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമാണെന്ന്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെ അടുത്ത ഒരു അളവിലേക്ക് ദൈവത്തിന് നമ്മളെ നിറയ്ക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് നാം മുട്ടുകുത്തേണ്ടത്.
ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയപ്പെടുവാനായിട്ട്. ഞാൻ ഹല്ലേലൂയ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരങ്കിളിന് സാധാരണ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് രാവിലെയും വൈകുന്നേരമൊക്കെ പ്രാർത്ഥിച്ച് കിടക്കുന്ന ഒരു അങ്കിളിന് പെട്ടെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി. പെട്ടെന്നൊരു ട്രാൻസ്ഫർ വന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുള്ളിക്ക് ട്രാൻസ്ഫർ വന്ന് പാലക്കാടിലോട്ട്. അപ്പോൾ ഈ പാലക്കാട്ടിലോട്ട് ട്രാൻസ്ഫർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗവൺമെൻറ് അല്ലേ, പോയേ പറ്റത്തുള്ളൂ. അപ്പം ഈ ട്രാൻസ്ഫർ ഒന്ന് മാറ്റി തരാൻ വേണ്ടിയിട്ട് അങ്കിൾ രാവിലെയൊക്കെ എണ്ണീറ്റ് അങ്ങ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാത്രിയിലൊക്കെ ഇരുന്ന് അങ്ങ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. കുറച്ച് നാളായിട്ട് ട്രാൻസ്ഫറൊക്കെ അങ്ങ് മാറിപ്പോയി. പക്ഷേ അപ്പം മനസ്സിനകത്ത് കയറിയ ഒരു കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ കാര്യങ്ങൾ നടക്കും. മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ട്രാൻസ്ഫർ മാറും. പക്ഷെ ഇവിടെ പറയുന്നത് ട്രാൻസ്ഫറിനും പ്രൊമോഷനും വേണ്ടിയിട്ടൊന്നും അല്ല മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത്. സഭയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമൊന്ന് അറിയുവാൻ വേണ്ടിയിട്ട്. അത് നീ മാത്രം അറിഞ്ഞാൽ പോരാ, സകല വിശുദ്ധന്മാരോട് ചേർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ആ ദൈവസഭയുമായിട്ടുള്ളൊരു കണക്ഷൻ വേണം. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായി ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കർത്തൃമേശയ്ക്ക് ഫുഡ് ഉള്ളപ്പോഴുള്ളൊരു ഫെലോഷിപ്പ്, അത് ഫുഡ് ഫെലോഷിപ്പ്. അല്ലാതെ നമ്മുടെ പ്രാർത്ഥനയിലും നമുക്കൊരു ഫെലോഷിപ്പ് വേണം. നമ്മുടെ സഭയൊക്കെ ഒന്ന് ഓർക്കണം, അല്ലേ? നമ്മുടെ പ്രാർത്ഥനയൊക്കെ നിർത്തുമ്പോൾ ആ പ്രാർത്ഥനയിൽ സഭയിലുള്ളവരെയൊക്കെ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. അറ്റ്ലീസ്റ്റ് സഭയെ ഒന്ന് ഓർക്കണം. കാര്യം അതിനോട് ചേർന്നിട്ടാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. വി ആർ നോട്ട് ഇൻഡിവിജ്വൽസ്. നമ്മുടെ എബിലിറ്റി കൊണ്ടൊന്നും നടക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായിട്ട് ദൈവസഭയ്ക്കാണ് അധികാരം. ദൈവസഭയിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ സഭയോട് ചേർന്നിട്ടേ നമുക്കിതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പം നമ്മുടെ മുട്ടുകുത്തുന്നതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ നടക്കണം. മൂന്നാമത്തെ കാര്യം, ലിവിങ് ക്രിസ്ത്യാനിറ്റി. ലിവിങ് ക്രിസ്ത്യൻ അല്ലെങ്കിൽ വാക്കിംഗ് ക്രിസ്ത്യൻ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ പ്രൈസ് ഗോഡ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 9-ാം വാക്യമുണ്ട്. പ്രൈസ് ലോർഡ്. കർത്താവിനോട് ചേർന്ന് വെളിച്ചത്തിലുള്ളവരായി നടക്കണം. ഇപ്പം നേരത്തെ പറഞ്ഞു, ഒന്ന് നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം, ഐഡൻറ്റിറ്റി. നമ്മുടെ ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുക. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ സീക്ക് ചെയ്യുക. എന്താ സീക്ക് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം. അത് ഓരോ ദിവസവും നിങ്ങൾക്കൊക്കെ ഇപ്പം വെക്കേഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ചുമ്മാതെ യൂട്യൂബ് കണ്ടും ഒക്കെ സമയം കളയാതെ ദൈവസന്നിധിയിൽ നിന്ന് കർത്താവെ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ സ്നേഹത്തിൻ്റെ ആഴം ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളൊക്കെ ശക്തിയേറിയത്, ഇതിനേക്കാളൊക്കെ നമുക്ക് പാഷൻ തരുന്ന ഒരു ദൈവസാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ പണ്ട് ഒരു മനുഷ്യൻ US വർക്ക് ചെയ്യുന്നത്, ഇത് നടന്ന കാര്യമാണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് മിക്കവാറും ഈ ഡ്രഗ്സ് അഡിക്റ്റായിട്ടൊക്കെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ അവരെ കർത്താവിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിലൊരു മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ കൊണ്ടുവന്നു. അവൾ ഡ്രഗ്സിൽ നിന്നൊക്കെ അവളെ മാറ്റി ഗ്രാജുവലായിട്ട് ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഈ പെങ്കൊച്ച് കാണാനായിട്ടിടയായി. പുള്ളി അവിടെ അന്യഭാഷയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെ ഹൈയിലൊക്കെ ഇങ്ങനെ പോകുന്ന കണ്ടപ്പോൾ ഈ പുള്ളിക്കാരത്തിക്ക് ഡ്രഗ്സിൻ്റെ ഓർമ്മയാണ്. അപ്പം ഒരു ദിവസം ഈ ഡ്രഗ്സ് കിട്ടാതായപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, നീ അടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ,
അത് കുറച്ച് കിട്ടിയാലും മതിയെന്ന്, അതിന് നല്ല ഹൈ ആണെന്ന്. അങ്ങനെ പുള്ളി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ച് അവളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഔട്ട് പോറിങ് നടക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഹൈയിൽ അവൾ പറഞ്ഞു, ഈ ഡ്രഗ്സ് അടിക്കുന്നതിനേക്കാൾ ഹൈയിൽ കൊണ്ടുപോകുന്ന ഒരു ആത്മാവുണ്ട്. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ഡിപ്രഷനൊക്കെ അടിക്കുന്നതെന്ന് തോന്നുവാണെങ്കിൽ അന്യഭാഷയിൽ അങ്ങ് ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ. അതിന് ഈ ഡിപ്രഷനൊക്കെ അടിക്കുമ്പോഴാണല്ലോ ഈ ആൾക്കാർ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. നീ ഒന്ന് ആരാധിച്ച് തുടങ്ങ്, നീ അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങ്, ഇതിനേക്കാളൊക്കെ നിന്നെ അങ്ങ് ഹൈയിൽ കൊണ്ടെത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യഭാഷയിൽ ആരാധിക്കുന്നതിന് വലിയ ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്. അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ വലിയ വിടുതലുകൾ നടക്കുവാനായിട്ടിടയാകും. അതിൽ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതലുകൾ നടക്കുവാനായിട്ടിടയാകും. ചിലപ്പോഴൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ വാക്കുകൾ കാണത്തില്ല. നമ്മൾ ഒരു സിറ്റുവേഷനിലായിരിക്കുമ്പോൾ എന്തോ പ്രാർത്ഥിക്കാനാ? നീ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഉച്ചരിക്കുവാൻ കഴിയാതെ വണ്ണം, അതിന് കൂടാതെ വണ്ണമുള്ള അല്ലെങ്കിൽ ഞരക്കങ്ങളാൽ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് നിന്നെ അടുത്തൊരു ലെവലിലെ പ്രാർത്ഥനയിലേക്ക് നടത്തുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. നിന്നെ പുതിയൊരു ഹൈയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോകുവാനായിട്ട് കഴിയും. ആ ഹൈ ഒന്ന് രുചിച്ചറിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന യൂട്യൂബോ മറ്റതിനെ ഒന്നും നിനക്ക് ഹരം പിടിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഇതൊക്കെ കിട്ടാതെ വരുമ്പോഴാണ് ഇതിൻ്റെ പുറകെ പോകുന്നത്. ലോകം തരുന്ന ഇമ്പങ്ങൾ, ലോകം തരുന്ന സന്തോഷങ്ങൾ, ലോകം തരുന്ന എൻ്റർടൈൻമെൻറ്റിൻ്റെയൊക്കെ മേളിൽ പോകുന്നത്. കാര്യം അത് നമ്മുടെ ഫ്ലഷിന് വേണം. ഹല്ലേലൂയ. അതാ പൗലോസ് പറഞ്ഞ ഈ ഹൈ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഏക്കാനാ? ഇനി അടിയൊക്കെ എവിടെ ഏക്കാനാ? അല്ലേ? എത്ര പേരടിച്ച് ഈ മനുഷ്യനെ ഇതൊന്നും ഏക്കുന്നില്ല. കാര്യം എന്താ? പുള്ളി ഹൈയില്ല. ഹല്ലേലൂയ. ആൾക്കാർ തെറി വിളിക്കട്ടെ, നീ ഹൈയിലാണെങ്കിൽ ഇതൊന്നും ഏക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ആ ഒരു നിലവാരത്തിലേക്ക് നടത്തുമാറാകട്ടെ. രണ്ടാമത് അവിടെ പറയുന്നു വാക്കിംഗ് വിത്ത് ഗോഡ്. വെളിച്ചത്തിൽ നടക്കുക. ഇരുത്തുന്ന കാര്യം പറഞ്ഞു, നിറയുന്ന കാര്യം പറഞ്ഞു. ഇനി എന്താ വേണം? നിറഞ്ഞു മാത്രം ഇരുന്നാൽ പോരാ, നടക്കുകയും വേണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും നടക്കണം. ക്യാമ്പ് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. എന്തിനായിരുന്നു ഈ ക്യാമ്പിൻ്റെ ഓൾ പർപ്പസ് എന്ന് ചോദിച്ചാൽ നിങ്ങളെ നടക്കുവാൻ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അല്ലാതെ ഈ ഒരു ടെസ്റ്റ് മണി കേട്ടതുകൊണ്ട് നമ്മളങ്ങ് ഭയങ്കര സന്തോഷത്തിലിരിക്കാൻ വേണ്ടിയിട്ടല്ല. വി നീഡ് ടു സീ യു ആർ വാക്കിംഗ്. ഹല്ലേലൂയ. ആ പ്രാപിച്ച ദൈവകൃപയ്ക്കനുസരിച്ച് നമ്മൾ നടക്കുമ്പോൾ അവിടെ ചില ദൈവപ്രവൃത്തികൾ നടക്കുവാനായിട്ടിടയാകും. വെളിച്ചത്തിൽ നടക്കുക. ഇരുളിൻ്റെ അവകാശികളായി തീരാതിരിക്കുക. നാം വെളിച്ചത്തിൽ നടക്കുന്ന വ്യക്തികൾ ഇരുളിൽ നടക്കത്തില്ല. നമ്മൾ ഇരുളിൻ്റെ മക്കളല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടപ്പൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പലപ്പോഴും നമ്മൾ ഈ ഞായറാഴ്ചത്തെ ഈ ആരാധനയെ വലിയ ഫോക്കസാണ്. പക്ഷെ ബാക്കിയുള്ള ദിവസത്തെ നടപ്പിനെ കുറിച്ച് വലിയ കെയർഫുള്ളൊന്നും അല്ല. ഈ നടപ്പിനകത്ത് വരും എല്ലാം. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ സംഭാഷണം, നമ്മളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നെന്നുള്ള വിഷയം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, തമിഴ്നാട്ടിലെ ഒരു മിഷണറി ആയിരുന്നു എമി കാർമൈക്കൽ. എമി കാർമൈക്കലിൻ്റെ ഒരു ഉദാഹരണമുണ്ട്. പുള്ളിക്കാരത്തി പറയുന്ന ഒരു കാര്യമുണ്ട്, നിൻ്റെ അകത്തുള്ളത് വെളിയിൽ വരത്തോളന്ന്. ആ സഹോദരി പറഞ്ഞൊരു ഉദാഹരണം ഇങ്ങനെയാണ്. നിങ്ങളുടെ കയ്യിലൊരു വെള്ളം നമ്മളന്ന് ഗെയിമിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരു വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ വെച്ച് വലിക്കുന്നത് പോലെ. ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഗ്ലാസ്, അതിനകത്ത് വെള്ളമുണ്ട്. ആ വെള്ള തുളുമ്പി അതിനകത്തുനിന്ന് ഒരു തുള്ളി നിലത്ത് വീണ് ആ തുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളം എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ അകത്തിരിക്കുന്നത് പലപ്പോഴും വെളിയിൽ വരും. എപ്പോഴാ വെളിയിൽ വരുന്നതെന്നറിയാമോ? ഇരിക്കുമ്പോൾ വെളിയിൽ വരത്തില്ല, നടക്കുമ്പോൾ വെളിയിൽ വരും. കാര്യം നടക്കുമ്പോൾ കുലുങ്ങുമല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായി? നടക്കുമ്പോൾ ഇങ്ങനെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് കുലുങ്ങും.
അപ്പോൾ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം താഴെ വീഴും. അപ്പോൾ ആ വെള്ളം തൊട്ട് നോക്കിയാൽ അറിയാം നിൻ്റെ അകത്ത് എന്തായിരിക്കുന്നതെന്നുള്ളത്. അപ്പം നടത്തിന് ക്രമീകരിക്കേണ്ട ഒരു വിഷയം. ഈ ആദ്യം പറയുന്ന 2 കാര്യങ്ങൾ നടന്നെങ്കിലേ ഈ നടപ്പിൽ ക്ലിയർ ആകത്തുള്ളൂ. ദൈവസ്നേഹത്താൽ നിറയാതെ നമ്മളിപ്പോൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ വയറിലൊന്ന് തട്ടിക്കഴിഞ്ഞാൽ വെള്ളമല്ല നമ്മുടെ തലത്ത് വീഴും. എന്നിട്ട് ഇതിനകത്തുള്ളത് കയ്പാണെങ്കിൽ കയ്പ് വെളിയിൽ വരും, ദേഷ്യമാണെങ്കിൽ ദേഷ്യം വെളിയിൽ വരും, സ്നേഹമാണെങ്കിൽ സ്നേഹം വെളിയിൽ വരും. ഹല്ലേലൂയ. നിൻ്റെ അകത്ത് അഭിഷേകമാണെങ്കിൽ നിന്നെ അടിക്കുന്നിടത്തോളം അഭിഷേകം വെളിയിൽ വരും. പൗലോസിനെയൊക്കെ അതായിരുന്നു ദൈവത്തിൻ്റെ പ്ലാൻ. പൗലോസിനെയൊക്കെ അങ്ങ് നിറച്ചതിന് ശേഷം പൗലോസിനെയൊക്കെ കാരാഗ്രഹത്തിലോട്ട് അങ്ങ് ഇടുക. നമ്മുടെ വിചാരം എന്ന് വെച്ചാൽ എന്താ കാരാഗ്രഹം പോയിട്ട് ഈ പുള്ളി വെളി വരാത്തതെന്ന്. പുള്ളി കാരാഗ്രഹത്തിലോട്ട് ഇട്ടപ്പോൾ പുള്ളി അടിച്ചവർക്കൊക്കെ ആ സൗരഭ്യം പരക്കുവാനായിട്ടിടയായി. അവരെല്ലാം കർത്താവിനെ അറിയാനായിട്ടിടയായി. ഫെലിക്സൊക്കെ ജീവനം കൊണ്ട് ഓടുമായിരുന്നു. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനിയായി പോകുമെന്ന് വിചാരിച്ചിട്ട് പുള്ളിയൊക്കെ ഓടി. കാര്യം ഇവനോട് സംസാരിച്ചാൽ ക്രിസ്ത്യാനിയായി പോകും, ഇവനെ അടിച്ചാൽ ക്രിസ്ത്യാനിയായി പോകും. ഹല്ലേലൂയ. DL മൂഡിയുടെ മുടി വെട്ടിയ ആൾ പോലും ക്രിസ്ത്യാനിയായി. മനസ്സിലോ? ഇപ്പം അങ്ങനെ നിന്ന് ഇപ്പം നമ്മുടെ ഒരു അവസ്ഥ, സ്നാനപ്പെടാനിരുന്ന ആ ബ്രദറെ എന്തോ ചെയ്യാനാ? ഈ പുള്ളിയെ കണ്ടപ്പോൾ വിചാരിച്ച ആ പുള്ളിയുടെ അവസ്ഥ ഇതാണെങ്കിൽ അതിനേക്കാൾ മെച്ചമാണ് എൻ്റെ അവസ്ഥ എന്ന് വിചാരിച്ച് ഞാൻ വേണ്ടെന്ന് വിചാരിച്ചു. അപ്പം നടക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇത് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒക്കെ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നടക്കുമ്പോൾ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. ചെല്ലുന്നിടത്തൊക്കെ വെളിച്ചം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൂടെ നടക്കുന്നവരും വെളിച്ചം കാണട്ടെ. അബ്രഹാമിൻ്റെ കൂടെ ലോത്ത് നടന്നപ്പോൾ ലോത്തും അബ്രഹാമിൻ്റെ കൂടെ നടക്കുന്ന കാലത്തൊക്കെ താനും വെളിച്ചം അനുഭവിച്ചു. രക്ഷിക്കപ്പെട്ടിട്ടൊന്നും അല്ലെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ നടക്കുന്നവരും വെളിച്ചം അനുഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അതിൻ്റെ അവസാന ഭാഗമാണ് ഫൈറ്റിംഗ്. നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബന്ധക്കോസ്തുകാരെല്ലാം ഈ ഫൈറ്റിങ്ങിൻ്റെ ആൾക്കാരാണ്. നമ്മൾ ആദ്യം തൊട്ടേ അങ്ങ് ഫൈറ്റ് ചെയ്യാൻ പോകും. ഇരുന്നിട്ടില്ല, നിറഞ്ഞിട്ടില്ല, നടന്നിട്ടില്ല, നമുക്കെല്ലാം ആവേശം തരുന്ന ഏതാ? ഫൈറ്റാ. ഇത് 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ, ഫൈറ്റിംഗ്. അല്ലെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാണ്. പിന്നെ തന്നെ കൂടെ ഇരിക്കുന്നവരുമായിട്ട് അടിയാവും. എഫേസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് പ്രാവശ്യം നാം കേട്ടിട്ടുള്ളൊരു മെസ്സേജാണ്. കാര്യം നമുക്കൊക്കെ പറയാൻ ആവേശം തരുന്നൊരു മെസ്സേജാണ്. അതിനകത്ത് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, സ്റ്റാൻഡ് ഫേം എഗൻസ്റ്റ് ഓൾ ദ സ്ട്രാറ്റജീസ് ഓഫ് ഡെവിൾ. ഹല്ലേലൂയ. ഇപ്പം ഡെവിളിനൊരു സ്ട്രാറ്റജിയുണ്ട്. പക്ഷെ നമ്മൾ ഡെവിളിൻ്റെ കയ്യിൽ പ്രയോജനപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഡെവിളിൻ്റെ കയ്യിലാണെങ്കിൽ നമുക്ക് ഈ സ്ട്രാറ്റജി മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഒരുപക്ഷെ വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഈ പുള്ളിയെ പിശാചിട്ട് കളിക്കുകയാണെന്ന്. പക്ഷെ ഡെവിളിൻ്റെ സ്ട്രാറ്റജി മനസ്സിലാക്കാത്തോടത്തോളം കാലം നമുക്കിതിന് എഗൻസ്റ്റായിട്ട് എങ്ങനെയാണ് നിൽക്കുന്നത്? സ്റ്റാൻഡ് എഗൻസ്റ്റ് ദ സ്ട്രാറ്റജീസ് ഓഫ് ഡെവിൾ. ഹല്ലേലൂയ. ഈ സ്ട്രാറ്റജിക്കകത്ത് ഈ പറഞ്ഞുള്ള വീഡിയോയും TV യും ഒക്കെ ഉണ്ട് കേട്ടോ, യൂട്യൂബും ഒക്കെ ഉണ്ട് ഈ സ്ട്രാറ്റജിക്കകത്ത്. അതുകൂടൊക്കെ നിങ്ങളുടെ അകത്തോട്ട് ഇത് കയറി നിങ്ങളുടെ മൈൻഡിനെ ഒക്കെ അത് മാനിപ്പുലേറ്റ് ചെയ്യുവാനായിട്ടിടയാകും. അപ്പോൾ ഡെവിളിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റ് തിങ്,
നമ്മൾക്കിങ്ങനെ വരച്ച് നോക്കണം. ഡെവിളിൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കും ഡെവിളിൻ്റെ സ്ട്രാറ്റജി? അൾട്ടിമേറ്റ്ലി ഡെവിളിന് എന്താണ് വേണ്ടത്? നിന്നെ ആ കിങ്ഡം പർപ്പസിൽ നിന്ന് മാറ്റുക, നിന്നെ ഡീറെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഡെവിളിൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ സ്റ്റാൻഡ് അഗൻസ്റ്റ് ദ സ്ട്രാറ്റജീസ് ഓഫ് ഡെവിൾ. ഞാൻ ഇന്ന് ഇത് ചിന്തിച്ചപ്പോഴിങ്ങനെ ചിന്തിച്ച്, ഹവ്വ പിശാചിൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ വേറൊരാളുണ്ടായിരുന്നു, ആദം. ഈ പുള്ളിക്കാരൻ അവിടെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഈ ഒരാൾ പിശാചിൻ്റെ കയ്യിലായി. ഈ ആദമിന് ഇത് ഡെവിളിൻ്റെ സ്ട്രാറ്റജിയാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ, പുള്ളി ഹവ്വയ്ക്കെതിരായിട്ട് നിന്നായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? രണ്ടെണ്ണം കൂടെ വെളിയിൽ പോകേണ്ട വന്നില്ല. ഇത് ഞാൻ പറഞ്ഞു മനസ്സിലായോ? എനിക്ക് തോന്നുന്നു ഈ ഹവ്വ ഇങ്ങനെ വന്ന് ആദമിന് അങ്ങോട്ട് പഴം കൊടുക്കുക. അങ്ങനെ പഴം കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ രണ്ട് മനസ്സോടെ നിന്നാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ രണ്ട് ചവിട്ടി അടി തിന്നു മനുഷ്യ എന്ന് പറഞ്ഞു കാണും. പുള്ളി അന്നേരം കടിച്ച് പരിപാടി തീർന്നു. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രഷറിലായി പോകും. നമ്മുടെ പ്രഷർ ചെയ്ത് കളയും. നമ്മളെയും പ്രഷർ ചെയ്ത് നമ്മളെയും കൂടെ അതിനകത്തായി പോകും. ആയി കഴിഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ട്. അന്നേരം പിന്നെ ഡ്രസ്സില്ല, അങ്ങേപ്പുറത്ത് പോകണം, കടയിൽ പോയി ഡ്രസ്സൊക്കെ മേടിച്ച്, നമുക്കറിയാമല്ലോ അത്തിയുടെ കാര്യമൊക്കെ. അപ്പോൾ നമ്മളെ ആ ഒരു സ്റ്റേജിലോട്ട് കൊണ്ടുവരുമ്പോൾ പിശാചിൻ്റെ സ്ട്രാറ്റജീസ് നീ മനസ്സിലാക്കണം. പിശാചിൻ്റെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നിന്നെ ദൈവരാജ്യത്തിന് കൊള്ളരുതാത്തവനായി തീർക്കുക എന്നുള്ളതാണ്. നീയും ദൈവവും തമ്മിൽ ഒരു അടി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതാണ് പിശാചിൻ്റെ മെയിൻ സ്ട്രാറ്റജി. അതിനു വേണ്ടിയിട്ട് ആരെ ഉപയോഗിക്കും? നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഏത് തന്ത്രവും പിശാച് ഉപയോഗിക്കും. പക്ഷെ നീ അതിനെ എഗൻസ്റ്റായിട്ട് സ്റ്റാൻഡ് ചെയ്യണം. യു നീഡ് ടു സ്റ്റാൻഡ് അഗൻസ്റ്റ് ദിസ്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഭയങ്കര സോഫ്റ്റാണ്, നമ്മുടെ സോഫ്റ്റ് ക്യാരക്ടർ. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചിന്തിച്ചപ്പോൾ ബീയിങ് എ സോഫ്റ്റ് പേഴ്സൺ പലപ്പോഴും നമുക്ക് ആ ഒരു ധൈര്യമില്ല. എന്തിനാ ഞാനായിട്ട്? പക്ഷെ ദൈവം നിന്നെ അയച്ചത് യു നീഡ് ടു സ്റ്റാൻഡ് അഗൻസ്റ്റ്. എനിക്ക് തോന്നുന്നു ആദാമിന് അറിയാമെന്ന് തോന്നുന്നു. പുള്ളിക്ക് അറിയാമായിരുന്നു ഇതൊന്നും കഴിച്ചുവിടാതെ. പിന്നെയും ഒരു വഴക്കുണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് കഴിച്ചതാണ്. ഈ വരുവായി. You need to stand against the strategies of God, strategies of devil. രണ്ടാമത്തെ കാര്യം എന്താ ഇരിക്കുന്നത്? We are not fighting against the flesh and the blood enemies. എന്താ? You need to pick your battle. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം ഈ പിശാചിൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഫൈറ്റ് മാറ്റുക എന്നുള്ളതാണ്, ഡിസ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം മെസ്സേജ് എടുക്കണമെന്ന് പറഞ്ഞാൽ അന്ന് മെസ്സേജിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തായിരിക്കുന്നത് ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില വിഷയങ്ങൾ പിശാചിനറിയാം, അവൻ ഒരിക്കലും അതിൽ തുടരുത്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അതുപോലെ ഓരോ കാര്യങ്ങളും നിന്നെ അവനങ്ങ് ഡിസ്ട്രാക്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഫൈറ്റ് നമ്മൾ അങ്ങ് മാറുക, പിശാച് എസ്കേപ്പ് ആവും. ഹല്ലേലൂയ. അടിക്കേണ്ടവനെ മാറ്റിയിട്ട് തമ്മിൽ അടിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിശാച് എന്താ പറയുക? അവൻ ഇതങ്ങോട്ട് മാറി ഇതങ്ങോട്ട് ചിരിക്കും. യു നീഡ് ടു പിക്ക് യുവർ ബാറ്റിൽ. ഹല്ലേലൂയ. ദാവീദിനോട് ഒരുത്തൻ വന്ന് പറഞ്ഞു, അവനെ അടുത്ത് പ്രാകാനും ആണയിടാനും ഒക്കെ ചോദിച്ചു. അപ്പോൾ ദാവീദിനോട് മറ്റേ കൂടെ നല്ല വാളും പരിചയമായിട്ടൊക്കെ ഇരിക്കുന്നവൻ പറഞ്ഞ് തട്ടിയേ കേട്ടോ. ദാവീദ് പറഞ്ഞു, നോ, ഹല്ലേലൂയ, ദാറ്റ്സ് നോട്ട് മൈ ബാറ്റിൽ. ഇങ്ങനെ ചോദിക്കുന്നത്, ഈ ചത്ത ഈച്ച അങ്ങ് തട്ടിയേ കേട്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, വേണ്ട, ദാറ്റ്സ് നോട്ട് മൈ ബാറ്റിൽ. യു നീഡ് ടു പിക്ക് യുവർ ബാറ്റിൽ. യുവർ ഇമോഷണൽ ഷുഡ് നോട്ട് drag you into a different battle. ഭയങ്കര പ്രശ്നമാണ് ഇമോഷൻസ് ബ്ലാക്ക് മെയിലിംഗ്. അത് നമ്മളെ ഡിഫറെൻറ്റ് ബാറ്റിൽസിലോട്ട് ഡ്രാഗ് ചെയ്യും. എവരിവൺ നമ്മളെ പോക്ക് ചെയ്ത് തുടങ്ങും. യു ഡോണ്ട് നീഡ് ടു റെസ്പോണ്ട് ടു ദാറ്റ്. യു ഡോണ്ട് നീഡ് ടു റെസ്പോണ്ട് ടു ദാറ്റ് ഇമെയിൽ. യു ഡോണ്ട് നീഡ് ടു റെസ്പോണ്ട് ടു ദാറ്റ് വാട്സപ്പ് മെസ്സേജ്. യു ഡോണ്ട് നീഡ് ടു റെസ്പോണ്ട് ടു ഹിം. ദാറ്റ്സ് നോട്ട് യുവർ ബാറ്റിൽ.
അത് നിങ്ങളുടെ എനർജിയെ ട്രെയിൻ ഔട്ട് ചെയ്യുവാനായിട്ടിടയാകും. അമ്മായിയമ്മയും മരുമോളും അല്ല നിങ്ങളുടെ ബാറ്റിൽ. നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ആ ദൈവിക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ആ ഫൈറ്റിന് നിങ്ങൾക്ക് എനർജി വേണം, ആ ഫൈറ്റിന് നിങ്ങൾക്ക് ഫോക്കസ് വേണം. അപ്പോൾ നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന മറ്റ് ഫൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾ മാറി നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണല്ലോ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവൻ സകലത്തിൽ നിന്നും വർജനം ആചരിക്കണം. You need to detach from something. You need to focus on what you need to go through. Hallelujah. അടുത്ത വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫൈറ്റ് എന്തോത്തിനോടാണെന്നുള്ളത്, ഇറ്റ്സ് നോട്ട് അഗൻസ്റ്റ് ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് എനിമീസ് ബട്ട് അഗൻസ്റ്റ് ദ ഈവിൾ റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ് ഓഫ് അൺസീൻ വേൾഡ്, against the mighty powers in dark world and against the evil spirit in the heavenly places. Hallelujah. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, നമ്മൾ ഈ ഫൈറ്റിലാണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അങ്ങ് മറന്നു പോകും. നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മളെല്ലാം അങ്ങ് മറന്നു പോകും. ഇത് നമ്മുടെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഞാൻ പല പ്രാവശ്യം റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളിലും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടാത്തത് പറഞ്ഞു പോകും, നമ്മളതിന് റെസ്പോണ്ട് ചെയ്ത് പോകും. പക്ഷെ പിന്നാണ് അതിൻ്റെ ഒരു റിയൽ ഫോക്കസ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഈ ഡിസ്ട്രാക്ഷൻസൊക്കെ ആ റിയൽ ഫൈറ്റിൽ നിന്ന്, റിയൽ വേയിൽ നിന്ന് നമ്മളെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. ആസ് എ ചർച്ച് വി നീഡ് ടു ബി കെയർഫുൾ. നമ്മളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ. ഒരുപാട് പേര് പല നിലവാരത്തിൽ, എനിക്ക് യാതൊരു പരിചയമില്ലാത്തവർ പോലും നമ്മളെക്കുറിച്ച് പറയാൻ, നമ്മളെ ആരെയും കണ്ടിട്ടില്ലാത്തവർ പോലും എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഹല്ലേലൂയ, ദൈവത്തിനൊരു സ്പെഷ്യൽ പർപ്പസ് ഈ ചർച്ചിനെ കുറിച്ചുണ്ടെന്നുള്ളത്. ഹല്ലേലൂയ. അത് ചെല്ലുന്നിടത്തൊക്കെയും എല്ലാവരും പറയും. പക്ഷേ അന്നേരം തന്നെ പിശാച് അടങ്ങിയിരിക്കത്തില്ല. He will bring a different battle here. Hallelujah. എന്തിനാ ഈ വചനം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നീഡ് ടു ബി വിജിലൻറ്റ്. Hallelujah. നിൻ്റെ എനർജി മറ്റ് ഫൈറ്റുകളെ തീർക്കരുത്. നിൻ്റെ എനർജി ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എനിക്ക് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്, വളരെ കൺവിൻസ്ഡ് ആയിട്ട് എനിക്കറിയാം, ദൈവസഭ ഈ ക്യാമ്പിന് ശേഷം ഒരു ട്രയൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിലൂടെ എങ്ങനെങ്കിലും ഇതിനെ ഒന്ന് സ്പ്ലിറ്റാക്കി, എങ്ങനെങ്കിലും ഇതിനെ ഒന്ന് ഡിസ്കറേജ് ചെയ്ത് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നയിക്കാൻ പിശാച് ആവുന്ന ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വി ആർ ഇൻ ദാറ്റ് ബാറ്റിൽ. ചുമ്മാതെ ഞായറാഴ്ച വന്ന് ആരാധിച്ച് പോയായിരുന്നു ഒരു പ്രശ്നമില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നോട് പിശാച് കഴിഞ്ഞ പല പ്രാവശ്യം പറഞ്ഞു, എടാ നിനക്ക് എന്തോത്തിൻ്റെ സൂക്കേടായിരുന്നു ഈ ക്യാമ്പ് നടത്തണ്ടേ, ക്യാമ്പിന് മുമ്പിട്ടാ. പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് എന്തോത്തിൻ്റെ സൂക്കേടായിരുന്നു ഇത്. ഞായറാഴ്ച ആരാധന നടത്തി അങ്ങ് പോയാൽ പോരായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു അല്ലേ? എത്ര ഹെഡേക്ക്, എല്ലാം പ്രശ്നങ്ങളല്ലേ? പക്ഷേ അതിനകത്ത് ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്, അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, യു നീഡ് ടു ഡിസേൺ ദാറ്റ്. ഈ ദിവസങ്ങളിൽ ഏറ്റവും വേണ്ട ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഡിസേണിങ് സ്പിരിറ്റാണ്, മോർ ദാൻ പ്രോഫസി. പ്രൈസ് ഗോഡ്. യു നീഡ് ടു ഡിസേൺ ദ സ്പിരിറ്റ്. യു നീഡ് ടു ഡിസേൺ. മെനി വേയ്സ് ദേ വിൽ ഡിസ്ട്രാക്ട് യു, ദേ വിൽ പുൾ യു ഇൻ ടു ദാറ്റ്. പ്രൈസ്. Keep distance. Hallelujah. കാര്യം നിൻ്റെ ഫൈറ്റ് അതല്ല. നിന്നെ ദൈവം വിളിച്ചത് അതിന് വേണ്ടിയിട്ടല്ല. നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്ലാനുണ്ട്, നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അവരെയും കൂടെ വലച്ച് കളയരുത്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. പക്ഷേ പലപ്പോഴും ഇത് അറിഞ്ഞിട്ടും അതിനകത്ത് നമ്മൾ കഴുത്ത് കൊണ്ട് വെച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്ക് പ്രാർത്ഥിക്കാം.